ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഷോപ്പിലേക്ക് വന്നതാട്ടോ. ഇന്ന് കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യണ മാതിരി ഞാന് വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഫാസ്റ്റിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയതാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ല, എല്ലാം നോർമൽ ആണ് ട്ടോ. കൊളസ്ട്രോളും വൈറ്റമിൻ ഡിയും പിന്നെ ഷുഗറും ഒക്കെ നോർമലാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിന് ഒരുപാട് സ്തുതി. ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറയാൻ വേണ്ടി വന്നത് രാജസ്ഥാനില് അവിടെ ഒരു പെൺകുട്ടിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. കണ്ടിട്ട് സത്യം പറയാലോ, കണ്ടിട്ട് ഇന്നും ഇന്നലെയും മെഞ്ഞാന്നൊന്നല്ല കണ്ടിക്കണത്. കണ്ടിട്ട് എനിക്ക് എങ്ങനെ ഞാൻ വീഡിയോ ചെയ്യും, അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം കൊണ്ട് BP ഒക്കെ കൂടി. അപ്പം ആ സ്പോട്ടിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാനസികമായിട്ട് എല്ലാ ജോലിന്റെ ടൈമിലും എനിക്ക് ഇങ്ങനെ കണ്ട് മനസ്സിൽ അത്രയും വിഷമങ്ങളും ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് പ്രഷർ കൂടി നിൽക്കായിരുന്നു. അപ്പൊ തന്നെ ചെയ്യണം എന്നുള്ള, പക്ഷെ സാഹചര്യം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ല. ഒരു പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്മൂത്ത് ആയിട്ടൊന്നും എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലായിരിക്കും. കാരണം 13 വയസ്സായ ഒരു പിഞ്ച് കുഞ്ഞിനെ സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് ആ കുട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്രായമുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ സമീപിക്കുന്നു. ആ ഓട്ടോറിക്ഷയിൽ അയാൾ കൊണ്ടുപോകുന്നു. അയാൾ നേരെ കൊണ്ടുപോകുന്ന ഒരു ഹോട്ടലിലേക്കാണ്. അപ്പൊ ഇയാള് പിമ്പാണ്. ഇയാള് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പെൺകുട്ടികളെ കൊടുക്കുന്ന ഒരാളാണ്. അത് ആ പൈതലിന് അറിയില്ല. ആ പൈതലിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കളെ അടുത്തെത്തുന്നു. ഒരു പക്ഷെങ്കിൽ ബസ് കിട്ടാത്തത് കൊണ്ടോ എന്തോ അല്ലെങ്കിൽ ആ കുട്ടിന്റെ സമയം അങ്ങനെ ആയിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇയാള് കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ വിൽക്കുന്നു. ആ ഹോട്ടലുകാരന് പല ഹോട്ടലിലായിട്ട് കാഴ്ച വെക്കുന്നു പലർക്കും വേണ്ടിയിട്ട്. അങ്ങനെ 32 പേര് ഈ കുട്ടിനെ റേപ്പ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കുട്ടിനെ പിന്നെ വേറെ ഏതോ രീതിയിൽ കുട്ടിനെ റേപ്പ് ചെയ്ത ഏതോ ആളിൽ നിന്ന് ആ വീഡിയോസ് എടുത്തതും പിന്നെ ഷെയർ ചെയ്തതും ലീക്കായി പുറത്തു പോകുന്നു. അങ്ങനെ ഈ കുട്ടിനെ കാണാതായ നിമിഷം തന്നെ അവരെ രക്ഷിതാക്കള് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ്. അപ്പൊ 5 ദിവസത്തോളം ഈ കുട്ടിനെ ആ രീതിക്കനുസരിച്ച് പീഡിപ്പിച്ച് 32 പേരോളം പീഡിപ്പിച്ച് ലാസ്റ്റ് കുട്ടീനെ കണ്ടുകിട്ടുകയാണ്. അവസാനം ആ കുട്ടിന്റെ എന്താ പറയാ, മിണ്ടാൻ പോലും ശക്തിയില്ലാത്തൊരു അവസ്ഥയിലാണ് ആ പൈതല്. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ആ കുട്ടീനെ കിട്ടുന്നത്. കുട്ടി അപ്പോഴും പറയുന്നുണ്ട്, എന്റെ മരണത്തിന് ശേഷം അവരൊക്കെ കുടുങ്ങും എന്ന് പറയുന്നുണ്ട്. ഇപ്പതാ ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടു, 5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കുട്ടി മരണപ്പെട്ടെന്ന്. ആർക്ക് നഷ്ടം വന്നു? നഷ്ടം വന്നത് വെറും അവരുടെ രക്ഷിതാക്കൾക്ക്. ആ കുട്ടിക്ക് ആ കുട്ടിന്റെ ജീവിതവും പോയി. വേറെ ആർക്കെന്ത് നഷ്ടം വന്ന്? ഇതിൽ കാണുന്ന ആ സീനുകളൊക്കെ അതിൽ നിന്ന് ആ കുഞ്ഞിനെ, ആ പൈതലിനെ പീഡിപ്പിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. സംഭവം ശരിയാണ്. ആരും കണ്ടറിഞ്ഞിട്ടും ആരും കേട്ടറിഞ്ഞിട്ടും ആരും ഇത് കാത്തു നിൽക്കൂല ഇന്നെ സംഭവിക്കും എന്ന്. ഭരണഘടന മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ഇത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ആ കുട്ടി നോർമലായിട്ട് സ്കൂൾ പോകും, തിരിച്ച് വീട്ടിലെത്തും. വന്നുകൊണ്ടിരുന്നതാണ് എല്ലാ കുട്ടികളെമാതിരി തന്നെ അവരും ചിന്തിക്കുന്നത് ആ കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന്, ടെസ്റ്റ് വരുമെന്ന് ഞാനും നിങ്ങളും ഓർക്കുന്നില്ല. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും രാജസ്ഥാനിലല്ലേ നടക്കുന്നത്, കേരളത്തിലൊന്നല്ലല്ലോ, നമ്മൾ അയൽവാസിയിലൊന്നല്ലല്ലോ. അയൽവാസി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നല്ലല്ലോ, നമ്മളെ അയൽവാസിയിലല്ല. അല്ല മക്കളെ, ഇത് രാജസ്ഥാനിലാണ്. നമ്മളെ മക്കൾക്ക് തന്നെയാണ്. നമ്മളൊക്കെ ഒരു ഉമ്മയാണ്, നമ്മളൊക്കെ മക്കളെ, നമ്മളെ പേരക്കുട്ടികളെ ഒക്കെ പ്രായമുള്ള കുട്ടികളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് നമ്മളിൽ തന്നെ, നമ്മളെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ ഓരോ രക്ഷിതാക്കളും കരുതണം. ഈ കിളവന്, ഈ തന്ത ഈ കുട്ടിനെ കൊണ്ടുപോകുമ്പോ ഈ കുട്ടിക്കും ഇയാൾക്കും ഇതേ പ്രായമുള്ള പേരക്കുട്ടികളുണ്ടാവും. റേപ്പ് ചെയ്ത അവരെ വീട്ടിലും ഉണ്ടാവും ഈ പ്രായമുള്ള കുട്ടികളൊക്കെ. പക്ഷെ അവരൊന്നും അത് ചിന്തിക്കുന്നില്ല. അവരാകെ കാമത്രാന്തരായിട്ട് നടക്കുന്നു. ഈ കുഞ്ഞിനെ ഇത്രയും പീഡിപ്പിക്കുമ്പോഴും ഈ കുഞ്ഞ് വേദനയോട് പുളയുന്ന സമയത്ത്, വേദന ആണെന്ന് പറഞ്ഞ് കരയുന്ന സമയത്തും ആ കുട്ടിന്റെ വായിലേക്ക് മദ്യം കമിഴ്ത്തി കൊടുക്കുകയാണ് ഓരോ ടൈമും. അപ്പൊ ആ കുട്ടിയെ ലഹരിയില് ബോധം കെട്ട് കിടക്കുമ്പോഴും ഇവര് എന്താ ചെയ്യുന്നറിയോ? ഇവര് സുഖിക്കാണ് മക്കളെ. അങ്ങനെ സുഖിച്ച് നടന്ന ആൾക്കാരാണ് ഇപ്പൊ ഈ സുഖത്തിൽ കൊണ്ടുപോകുന്നത്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ എന്താ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. ഇവരെ തൂക്കിക്കൊന്നാണ്ട് കാര്യം കഴിഞ്ഞോ? ഒറ്റ നിമിഷം കൊണ്ട് ആ വേദന കഴിയും. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഈ രക്ഷിതാക്കളെ ആ കുഞ്ഞ് മരിച്ചത് നന്നായെന്ന് എന്റെ അഭിപ്രായത്തിൽ. കാരണം ഇത്രയും ആൾക്കാർ ഈ കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവള് തീവ്രവാദിയായി വരും. അതല്ല എങ്കിൽ ആ കുഞ്ഞ് മാനസികമായിട്ട് തകർന്ന് തരിപ്പണായിട്ട് അതിൽ നിന്നും മോചിതാവാതെ ആ ഒരു ലെവലിലായിട്ട് കിടക്കും. ഈ രണ്ടാലൊന്നും ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞുണ്ടാവുക. അതിലും നല്ലത്
ആ കുഞ്ഞ് അതിൻ്റെതായ ലോകത്ത് പരലോകത്തേക്ക് പോകുന്നതന്നെയാണ് നല്ലത്. കാരണം അവിടെ പോയിട്ട് അത് സമാധാനത്തിൽ നിൽക്കട്ടെ. അതിന് ഒരാളും വിശ്വാസം ഉണ്ടാവില്ല. സഹോദരന്മാരായാലും ബാപ്പാനായാലും വല്യപ്പാനും ആരും വിശ്വാസം ഉണ്ടാവില്ല. ആണുങ്ങളോടൊക്കെ അതിന് വെറുപ്പായിരിക്കും. അതിനെ തിരിച്ചു കൊണ്ടുവരൽ മാനസികമായിട്ട് വളരെ വിഷമത്തിലാവും. ശാരീരികമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കാൻ പറ്റുമെങ്കിലും മനസ്സ് തകർന്നു പോയത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ഒന്നിലും വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടീന്റെ ഭാവി അത് പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ആ പൈതലിൻ്റെത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മക്കളെ. നമ്മളെ വീട്ടിലാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ അപ്പോ അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടത്? പക്ഷെ അവിടുത്തെ രാജസ്ഥാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറഞ്ഞത് ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് അതിനെ അവർക്കൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കാളകളെ വലിച്ചുകൊണ്ട് പോകണം മാതിരി കൊണ്ടുകൊണ്ട് നല്ല ബൈക്ക് ഇട്ടിട്ട് ജനങ്ങളാലെ നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ തന്നെ അതിനെ ഒക്കെ തക്കതായ ശിക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ദേഷ്യം തീരുന്നവരാ. പിന്നെന്താണ് പറയുന്നത്, ഹോട്ടലൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹോട്ടലൊക്കെ പിന്നെ JCB വെച്ചിട്ട് ഇടിച്ച് പൊളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ അല്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിലും അപ്പോഴക്കപ്പൊ തക്കതായ അതിൻ്റെതായ നടപടികൾ ആ രാജസ്ഥാൻ പോലീസ് എടുത്തിട്ടുണ്ട് എന്നുള്ള അറിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷം. ഇനി കൊടുക്കേണ്ടത് അവർക്ക് തക്കതായ ശിക്ഷ. ഒരിക്കൽ പോലും അവര് പുറത്തുള്ള ആകാശമോ പിന്നെ കാറ്റോ കൊള്ളാത്ത രീതിയിൽ അവർക്ക് അതിൻ്റെതായ രീതിയിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇതേപോലെ കാലക്കൂലി കേൾക്കണമെന്നാണ് നമ്മളൊക്കെ ഒരിത്. പക്ഷെ അതിന് മുമ്പായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഒരു വേദന, ഇതേപോലെ ഒരു വേദന കൊടുക്കണം. ഇതേപോലെ മീൻസ് അതേപോലെ റേപ്പ് ചെയ്യാന്നല്ല പറയുന്നത്. അവരുടെയൊക്കെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുറച്ചു കാലം അവരെ നരകിച്ച് ജീവിപ്പിക്കണം. എന്നതിന് ശേഷം വേണം. അപ്പൊ അല്ലേ അത് സുഖാറിയുള്ളൂ. അല്ലാതെ പെട്ടെന്നൊന്നും കൊലക്കയറിലേക്ക് കൊടുത്തു വിടരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനാൽ അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് കാര്യമില്ല. കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെതായ വാല്യൂ മനസ്സിലാവുക. അതിൻ്റെതായ ഒരു പിന്നെ എന്താ പറയാ ശിക്ഷന്റെ ഗൗരവം മനസ്സിലാവുക. അല്ലാതെ തൂക്കിക്കൊല്ല ഏറിയാലും ഇപ്പൊ എന്നാലെന്താണ് സൂചിച്ചില്ല എന്നിട്ട് ഇപ്പൊ ആയാലുള്ളൂ, അത് നിമിഷം കൊണ്ട് കഴിയുമല്ലോ, കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നാണ് ചിന്തിക്കുക. പക്ഷെ പരലോകത്ത് പോയ വേറെ ശിക്ഷ ഉണ്ട്. പക്ഷെ അത് ചിന്തിക്കുന്നവർക്കേ ചിന്ത ഉള്ളൂ. ആ ചിന്തിക്കുന്നവർ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യൂലല്ലോ, ഒരിക്കൽ പോലും. അപ്പൊ മക്കളെ, എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഫുള്ളായിരുന്നു ഇങ്ങനെ കേട്ടു. എന്താണെന്നറിയില്ല, എന്താണെന്നറിയില്ല. ആ കുട്ടി നല്ല ഒരു എന്താ പക്വതയുള്ള വാക്കുകളാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആ കുട്ടി ഓരോന്ന് പറയുന്നുണ്ട്, ഓരോന്ന് മന്ത്രിക്കുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ അവകാശമില്ല, ജീവിക്കണ്ട, പെണ്ണ് ജീവിക്കണ്ട എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ കുട്ടി. പെണ്ണല്ലേ, ഞാൻ പെണ്ണ് ജീവിക്കണ്ട. കാരണം അത്ര അവസ്ഥയിലായി പോയിക്കുന്ന ആ പൈതല്. അത്രയും എന്തെങ്കിലും പറയണ ഒരു 5 ദിവസം കൊണ്ട് ആ കുട്ടീനെ 32 ആൾക്കാരോളം പീഡിപ്പിക്കാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്രമാത്രം കാമവെറിയിട്ടാണ് ഈ ജനങ്ങൾ നടന്നിരിക്കുന്നത്. ഇറ്റുങ്ങൾക്കൊന്ന് ഇത്രയും എന്താ പറയാ, ഇത്രയും ദാരിദ്ര്യമോ ഇത്രയും ദാരിദ്ര്യമോ? ഒരു പൈതലിന് കിട്ടിയപ്പോ 10 പൈസ കൊടുക്കണ്ട ആക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും, അല്ലെ ചെറിയ കുട്ടിനെ കിട്ടിക്കണെന്ന് വിചാരിച്ചിട്ടാണോ? എന്താണടാ ഇങ്ങക്കൊക്കെ തോന്നുന്നത്? ഇത്രയും ദിമലൊക്കെ എന്ത് സുഖാടാ ഇങ്ങക്കൊക്കെ കിട്ടുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നുണ്ട്? അതാണ് വേണ്ടത് നിങ്ങൾക്ക്. അവർക്ക് ഏറ്റവും കൂടുതൽ ആദ്യം കൊണ്ടുപോയി വിറ്റില്ലേ, അയാളെ കൊല്ലരുത്. അയാളെ പ്രൈവറ്റ് പാർട്സ് കട്ട് ചെയ്തിട്ട് അയാളെ ജീവിക്കാൻ അനുവദിക്കണം. അതും ജയിലിലാക്കരുത്. അയാൾ പുറത്ത് ജീവിക്കാൻ അനുവദിക്കണം. ലോകം മൊത്തം അറിയണം ഇങ്ങനെ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് നടക്കുന്നത്. എന്ത് കാരണത്താലാണിത്? ഇത് പെൺകുട്ടികളെ കൂട്ടി കൊടുത്തിട്ട് ഇയാൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കണം. അയാളൊരു മാതൃകയായിട്ട് പുറത്ത് നിൽക്കണം. അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ അതൊരു കാണാൻ ഒരു ഇതുണ്ടാവും. മറ്റുള്ളവരൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഉള്ളിലിട്ടിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് തൂക്കിക്കൊല്ലണം. അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ ആ മാതാപിതാക്കൾക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവും. കുറച്ചൊരു സമാധാനം. ഒരിക്കൽ പോലും സമാധാനം ഉണ്ടാവില്ല, എന്നാൽ കുറച്ചൊരു കൊടുത്തോന് ശിക്ഷ കൊടുക്കാൻ ഞങ്ങളെ കൂടെ ഗവൺമെന്റ് നിന്നല്ലോ എന്നെങ്കിലും ഒരു ഇതുണ്ടാവും. അല്ലാത്തൊരു ഇതാണ്. ആറ്റുനോറ്റു സ്കൂളിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞയച്ച പൈതല് ഇന്നത്തെ അവസ്ഥ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ ഞാൻ എന്റെ ഒപ്പീനിയൻസ് പറയണം. നമ്മളെ പെൺകുട്ടികൾക്ക് കരാട്ടം മുതല് എല്ലാം നിങ്ങൾ പഠിപ്പിക്കണം. കൂടെ ഒരു സൈക്കിളെങ്കിലും നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ട് ഒരു സൈക്കിളെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, ബുക്കായും ബാഗായും യൂണിഫോമായും ഒക്കെ. അപ്പൊ ഒരു അര വണ്ടിയെങ്കിലും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു മുക്കാൽ വണ്ടിയെങ്കിലും പെൺകുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. സൈക്കിൾ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അടിക്കണ്ടാക്കാം. അപ്പൊ അതൊക്കെ അവരോട് വരാൻ പറയണം. അതാവുമ്പോ എന്താ വെച്ചാൽ ഇതുപോലുള്ള ഒരു പ്രശ്നത്തിൽ പെടൂല. ഏതായാലും ബൈക്ക് ഓടിക്കാനുള്ള പ്രായം അവരായിട്ടില്ല. സൈക്ലിംഗ് കൊടുക്കുക ഹെൽത്തിനും നല്ലതാണ്. ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരൂല്ല. അവരവരുടെ പാകത്തിനനുസരിച്ച് ആക്കത്തിൽ വന്നോളൂ. പെട്ടെന്ന് സൈക്കിളുള്ള പിള്ളേരൊന്നും അറ്റാക്ക് ചെയ്യാൻ ആരും പോവില്ല. ഇതേപോലെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ബസ്സിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടാവും. അതുപോലെ നടന്നു പോവുകയാണെങ്കിൽ ചിലപ്പം എല്ലാവരും ഉണ്ടാവും.
പിന്നെ ഊടുവഴി അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ എത്തുമ്പോഴാണ് പേടി വരുന്നത്. സമയമല്ലാത്ത സമയത്താവുമ്പോഴും. ഇപ്പോഴത്തെ കാലം നിങ്ങൾക്കറിയാലോ. അപ്പോ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമുക്ക് സേഫ്റ്റി അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തത് നമ്മളോട് പലരും പല രീതിയിലായിരിക്കും. നമ്മളെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ അങ്ങനെ വേറെ രീതിയിൽ കൂടെ കക്കാനായിട്ടും കിഡ്നാപ്പ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിൽ കൂടെ അങ്ങനെ ഉണ്ടാവും. അതല്ലാതെ നല്ല രീതിയിൽ നിന്നിട്ട് തന്നെ ഊറ്റാനുള്ള ആൾക്കാരുണ്ടാവും. അതല്ലാതെ ഇവര് വേറെ രീതിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരുടേതായിട്ടുള്ള ഗ്യാങ്ങുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ടാവും. അങ്ങനെ പലരും പല രീതിയിലുള്ള ആൾക്കാരാണ് ഓട്ടോറിക്ഷയിൽ. അറിയാത്ത ആൾക്കാരാണെങ്കിൽ വഴി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ചിറ്റിച്ച് ചിറ്റിച്ച് പൈസ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. എന്നാൽ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ ഓട്ടോയില്. ഓട്ടോ ഡ്രൈവർമാർ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. രക്തം കൊടുത്ത് എന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു. എന്റെ ഉമ്മാനൊക്കെ പിന്നെ എന്താ പറയാ മെഡിക്കൽ കോളേജില് എന്റെ ഉമ്മാക്ക് രക്തം കയറ്റാനില്ലാഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് മരണപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ശ്വാസം പോലും ശരിക്കില്ലാതെ കിട്ടാത്ത ഒരു അവസ്ഥയിൽ പണ്ടാണ് കേട്ടോ. അപ്പം ബ്ലഡ് ഇല്ലാത്തതിന്റെ ഒറ്റ പേരിലാണ് ഉമ്മ അങ്ങനെ അയക്കണത്. അപ്പൊ അവര് പറയണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അയക്കണം. അപ്പൊ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മരണപ്പെട്ടിക്കണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ശവം കൊണ്ടുപോകണുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് എന്റെ ഉപ്പാനോട്. അങ്ങനെ ഇപ്പൊ പോയിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയിട്ട് സൈഡിൽ ഇരുന്നിട്ട് പൊട്ടിക്കറിയായിരുന്നു മെഡിക്കൽ കോളേജിന്റെ അവിടെ. അപ്പം ആ ഓട്ടോക്കാർ വന്നിട്ട് ചോദിക്കണം എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോ ഇന്ന പ്രശ്നം തന്റെ ഭാര്യനെ ചികിത്സിക്കാൻ പാകില്ല, ചെറിയ ചെറിയ കുട്ടികളാണ് എനിക്ക് 4 കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോ അവിടുന്ന് ആ ഓട്ടോക്കാരെല്ലാരും കൂടെ ഓടി വന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ടാണ് 10-15 കുപ്പി വെള്ളം ബ്ലഡ് കൊടുത്തിട്ടാണ് എന്റെ ഉമ്മ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതൊരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ ഇന്ന് പല രീതിയിലുണ്ട്. ഇപ്പൊ നമുക്ക് വെച്ചിട്ട് നല്ലൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. നമ്മളെ നല്ല രീതിയിൽ എപ്പോ വിളിച്ചാലും ഉമ്മാനെ കൊണ്ടുവരാനും ഞങ്ങളെ കൊണ്ടുവരാനും പോകാനും ഒക്കെ നല്ല ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. ഇപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ 10-15 കൊല്ലത്തോളമായി ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട്. ഞാനത് പഠിക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ആവശ്യത്തിന് വിളിക്കുമ്പോൾ വരില്ല, വിളിച്ചാൽ തന്നെ ഒരു നമുക്കൊരു എന്താ പറയാ കംഫർട്ട് തോന്നൂല. പല രീതിയിലൊരു അസ്വസ്ഥതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിർത്താനും ഇതാക്കാനും ഒക്കെ അങ്ങനെ പറ്റൂല. അപ്പൊ ഞാൻ പെൺകുട്ടികളെ ഇതുപോലെ കൊടുത്തയക്കുമ്പോഴൊക്കെ അവരെത്തുന്ന വരെ നമുക്ക് മനസ്സിൽ തീയണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എല്ലാരും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. അതിന് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് 2 പെൺകുട്ടികളെ പഠിപ്പിച്ചത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിന് സ്തുതി. 2 പെൺകുട്ടികൾക്കും ബൈക്ക് കൊടുത്ത് അവര് ഇപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവർ സൗകര്യത്തിന് വരുന്ന പോകണം. അവർ എവിടേക്ക് പോകണ്ടെങ്കിലും ബൈക്കുമ്പോൾ പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ മതി, പതുക്കെ പോയാൽ മതി. അതിൽ അപകടം വരൂല എന്നല്ല ഞാൻ പറയണേ. എങ്കിലും ഈ ഓട്ടോക്കാരെന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. അപ്പൊ അതില് നമുക്കൊരു സമാധാനം ഉണ്ട്. അപ്പൊ മരുമകളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് അവള് കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ ബൈക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്കും നമ്മൾ സൈക്ലിങ്, വലിയവർക്ക് ബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങളെ ഇങ്ങനെയുള്ള ഒരു ശല്യത്തിൽ നിന്നൊക്കെ നമ്മൾ കുറെ ആക്കം കിട്ടും കേട്ടോ. നിങ്ങൾ പറ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ പറഞ്ഞതാണോ ശരി, നിങ്ങൾക്ക് പറ്റിയ ശിക്ഷ എന്താണെന്നുള്ളത് നിങ്ങൾ ഏതായാലും ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് എഴുതാട്ടോ.